സഹൃദയരെ ഞാൻ ചുമ്മാ ChatGPT ചോദിച്ചു മലയാളികൾ കഴിക്കുന്ന അൺഹെൽത്തി ഫുഡ് ഏതൊക്കെയെന്നൊന്ന് പറഞ്ഞു തരുമെന്ന്. അത് കാണിച്ചെന്ന റിസൾട്ട് എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ദേ ഇങ്ങോട്ട് നോക്കൂ. തന്ന റിസൾട്ട് കണ്ട. ഡീപ് ഫ്രൈഡ് സ്നാക്സ്, പരിപ്പോട, ഉഴുന്നോട, പഴംപൊരി, ബജീസ്. ഓക്കെ. പിന്നെ എക്സ്ക്ലൂസീവ് ഓയിൽ കറീസ്, ബീഫ് കറി, ചിക്കൻ കറി, ഫിഷ് കറി, ഹൈ സാൾട്ടഡ് പിക്കിൾസ് ആൻഡ് പപ്പടം. പിന്നെ ബേക്കറി ഐറ്റംസിനകത്ത് പഫ്സ്, കട്ട്ലേറ്റ്, എഗ് പഫ്സ്, കേക്ക്സ്, ബിസ്ക്കറ്റ് ഫ്രം ബേക്കറീസ്. പിന്നെ ഓവർ ഡിപ്പെൻഡൻസ് ഓൺ വൈറ്റ് റൈസ്, അതായത് ചോറ്. ഷുഗർ ഡ്രിങ്ക്സ്, ബോട്ടിൽഡ് സർബത്ത്, ലെമൺ സോഡ വിത്ത് എക്സ്ട്രാ ഷുഗർ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, പെപ്സി. ഓക്കെ, അതൊക്കെ പോകും. ഇതെന്തോടെ ലെമൺ സോഡ? പിന്നെ സ്ട്രീറ്റ് ഫുഡ്സ്, ഷവർമ, അൽഫാം ഗ്രിൽ. ഓക്കെ, അത് നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ മെയിൻ സാധനങ്ങളായ നിങ്ങൾ നോക്കിയാണ്, അതായത് ചോറ്, പരിപ്പോട, ഉഴുന്നോട, ചായ കുടിക്കാൻ പറ്റില്ല, പഴംപൊരി കഴിക്കാൻ പറ്റൂല, ബീഫ് കറി, ചിക്കൻ കറി, ഫിഷ് കറി. അതായത് ഈ മലയാളികൾ കഴിക്കുന്ന എല്ലാ നോർമൽ ഭക്ഷണവും അൺഹെൽത്തി ആണെന്നാണോ പറയുന്നത്? പഴംപൊരിയും വടയും ചോറും മീൻകറിയും ഒന്നും കഴിക്കാതെ പിന്നെ എന്ത് മലയാളി, പിന്നെ എന്ത് ഹെൽത്തി ഫുഡ്, പിന്നെ എന്ത് ഫുഡ്? സത്യം പറഞ്ഞാൽ അപ്പം നമ്മൾ എന്താണ് കഴിക്കാനുള്ളത്? ശരിയാണ്, ഇതെല്ലാം അൺഹെൽത്തിയാണ്. കാരണം ഇതിൽ നമ്മൾ ഓവറായിട്ട് സാൾട്ട്, കറി, മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ നമ്മൾ ഒരു അളവിൽ കൂടുതൽ ഇടുമ്പോഴാണ് ഇതെല്ലാം അൺഹെൽത്തി ആവുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ അച്ചാറും പപ്പടമൊക്കെ ഇല്ലേ, സാധാരണ നമ്മൾ കൂടുതലായിട്ട് കൺസിഡർ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന സാധനമാണ് ഇതൊക്കെ. ഈ BP ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. BP ഉള്ളവരടുത്ത് അച്ചാറ് പപ്പടമൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറയും. ഹൈ BP ഉണ്ടാവാനൊക്കെ ഇതിന് സാധ്യത വളരെ കൂടുതലാണ്. ശരിയാണ് ആക്ച്വലി ആ പറയുന്നത്. ഒരുപാട് സോഡിയം ഉണ്ട് അതിനകത്ത്, അതുകൊണ്ടായിരിക്കണം. ശരിക്കും പറഞ്ഞാൽ ഓവർ യൂസ് ഓഫ് ഓയിൽ ആൻഡ് സാൾട്ടും ഷുഗറും, ഇത് മൂന്നും നമ്മളൊന്ന് കുറച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ ഡയറ്റ് ഒന്ന് സെറ്റാക്കാം. പക്ഷെ ഇപ്പോൾ ഉള്ള ആൾക്കാരൊക്കെ കുറേ ന്യൂട്രീഷൻ രീതിയിലൊക്കെ നോക്കിയിട്ട് കട്ട് ചെയ്ത് പോകുന്നുണ്ട്. എന്നാലും ഇതൊക്കെ അൺഹെൽത്തി ആണെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ജനിച്ച മുതൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ അൺഹെൽത്തി എന്നാണ് ഈ പറഞ്ഞു വരുന്നതിന് അർത്ഥം. ഇനി വേറെ ChatGPT ആരും നോക്കരുത്.